ചേർത്തല കുറുപ്പംകുളങ്ങര പുളിയങ്കോട്ട് കുടുംബയോഗത്തിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. ചേർത്തല അഞ്ജലി ഓഡിറ്റോറിയത്തിലാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. ചേർത്തല താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൃഷിമന്ത്രി P. പ്രസാദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചേർത്തല കുറുപ്പംകുളങ്ങര പുളിയങ്കോട്ട് കുടുംബയോഗത്തിന്റെ കുടുംബസംഗമം ശ്രദ്ധേയമായി. ചേർത്തല അഞ്ജലി ഓഡിറ്റോറിയത്തിലാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. കരപ്പുറത്തെ പ്രധാന പൈതൃക സമ്പന്നമായ കുടുംബമാണ് പുളിയങ്കോട്ട് കുടുംബം. കുടുംബയോഗം രൂപീകരിച്ചതിന്റെ 87ാം വാർഷികത്തിന്റെ ഭാഗമായാണ് കുടുംബസംഗമം ഒരുക്കിയത്. ഞായറാഴ്ച രാവിലെ ആരംഭിച്ച കുടുംബസംഗമം NSS ചേർത്തല യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് B. ശിവൻകുട്ടി നായർ അധ്യക്ഷനായി. ST കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജിത്ത് ഏവൂരത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചലച്ചിത്രതാരം ഗായത്രി അരുൺ പ്രതിഭകളെ ആദരിച്ചു. 11:30 കുടുംബ സദസ്സ്. ഓണമടക്കമുള്ള ആഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ അവിടെയെല്ലാം ആഘോഷിക്കപ്പെടുന്ന ഓർമ്മകളെയാണ്. ഓർമ്മകൾ കൂടിയാണ് നമ്മൾ. ഇപ്പം ഈ വിളവെടുപ്പിൻ്റെ ഉത്സവം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഓർമ്മകളുടെ കൂടി ഒരു വിളവെടുപ്പും വീണ്ടെടുപ്പുമാണ് എല്ലാ ഉത്സവങ്ങൾക്കകത്തും നിൽക്കുന്നത്. ഇപ്പം ഈ കുടുംബത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ തന്നെയും ഓർമ്മകളിലും പരസ്പര ബഹുമാനത്തിലുമെല്ലാം നിർമ്മിക്കപ്പെടുന്ന വിശുദ്ധമായ ഒന്നാണ്. ഈ വിശുദ്ധി എന്നതിന് ഞാൻ പ്രത്യേകിച്ച് വ്യാഖ്യാനിക്കാൻ ഒരുപ്പെടുന്നില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ല. അതുകൊണ്ട് ഇതൊരു തലമുറകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ഒരു കുടുംബസംഗമം മാറും. നമ്മുടെ പഴയ തലമുറകൾ ജീവിച്ചതിനെക്കുറിച്ച് ഒന്ന് പറയുകയും കേൾക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. നമുക്കൊന്നിപ്പോൾ കേൾക്കാൻ പോലും സമയമില്ലാത്തവരായി നമ്മൾ നിൽക്കുന്നിടത്താണ് ഇങ്ങനെയല്ല. പഴയ തലമുറയിൽപ്പെട്ടവർക്ക് പറയുന്നതെല്ലാം തുടങ്ങി പഴംപുരാണം എന്ന് പറഞ്ഞ് നമ്മളെല്ലാം നിർത്താൻ തുടങ്ങി. അച്ഛൻ തുടങ്ങി പഴംപുരാണം, അമ്മ തുടങ്ങി പഴംപുരാണം എന്ന് പറയും. പഴയ പുരാണം എന്ന് പറഞ്ഞാൽ ഇന്നലെ നടന്ന കാര്യങ്ങളാണ്. ഇന്നലെ നടന്ന കാര്യങ്ങൾക്ക് സായിപ്പെട്ടിരിക്കുന്ന ഒരു പേരാണ് ഹിസ്റ്ററി എന്നുള്ളത്. അപ്പോൾ ഈ ഹിസ്റ്ററിയാണ് പറയുന്നത്. ഹിസ്റ്ററി എന്നൊരു വാക്ക് പറയുന്നില്ല, മറിച്ച് നമ്മളതിനെ എന്തോ ഒരു മാറ്റി നിർത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നായിട്ട് പഴംപുരാണം എന്ന് പറയുന്നത് എന്തോ ഒരു മോശപ്പെട്ട ഒന്നാണ് എന്നൊരു തോന്നൽ അതിനകത്ത് പുതിയ തലമുറയിൽപ്പെട്ടവരിലേക്ക് തന്നെയും നമ്മളൊക്കെ തന്നെയും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പഴംപുരാണം പറച്ചിലെല്ലാം മാറി. ഞാൻ പറഞ്ഞ ഈ കുടുംബസംഗമങ്ങളിൽ അത്തരം പഴംപുരാണങ്ങളുടെ പറച്ചിലുകൾ ഉണ്ടാവട്ടെ. അസ്വസ്ഥത ഉണ്ടാക്കാം നമുക്ക് ചിലപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം. പക്ഷെ എന്നാൽ ഇന്നലകളിലേക്ക് നമ്മളിന്ന് കൊണ്ടുപോകാൻ ഇതല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ യാതൊരു മാർഗവും ഇല്ല. ഉച്ചയ്ക്ക് ശേഷം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഷോ, തുടർന്ന് ഗാനമാലിക, ചലച്ചിത്രതാരം കലവൂർ ജയദേവിന്റെ നാടൻപാട്ട്, 6:00 തിരുവാതിര, 6:40 നൃത്തനൃത്യങ്ങൾ എന്നിവയും നടന്നു. രക്ഷാധികാരി പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ, പ്രസിഡന്റ് B. ശിവൻകുട്ടി നായർ, സെക്രട്ടറി K. പ്രേമചന്ദ്രൻ, ഖജാൻജി P. K. ചന്ദ്രമോഹൻ, വൈസ് പ്രസിഡന്റ് G. രാജശേഖരൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി.